ഇപ്പോൾ തോമസ് കെ തോമസ് നമുക്കൊപ്പം MLA ഈ വാർത്തയോട് പ്രതികരിക്കാൻ വേണ്ടി തത്സമയം ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ബഹുമാനപ്പെട്ട MLA, ഞങ്ങൾ ഇവിടെ വന്നത് മുതൽ തുടർച്ചയായി കേൾക്കുന്ന 3 പ്രശ്നങ്ങൾ. ഒന്ന്, കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ്. ഞങ്ങൾ നിൽക്കുന്നത് കാവാലത്താണ്. രണ്ടാമത്തത്, കാവാലത്തെ ജങ്കാർ കടവ്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഈ പാലത്തിന്റെ നിർമ്മാണം ഒച്ചിഴിയുന്ന പോലെ പോകുന്നു. ഇനി ഒരു 80 ലക്ഷം ഉണ്ടെങ്കിൽ ടെൻഡർ നടപടികളിലേക്ക് കടക്കാം. പക്ഷെ അവരുടെ പ്രശ്നം താങ്കളെ മണ്ഡലത്തിൽ കാണാനില്ല എന്നുള്ളതാണ്. ശരിയാണോ? നിങ്ങളുടെ ചോദ്യം ഞാൻ കേട്ടില്ല. ഹലോ. താങ്കളെ മണ്ഡലത്തിൽ കാണാനില്ല എന്നൊരു പൊതുവെയുള്ള പരാതിയാണ് ഇവിടുത്തെ സാധാരണക്കാരായ വോട്ടർമാർ ഉന്നയിച്ചിരിക്കുന്നത്. കുടിവെള്ള പ്രശ്നമാവട്ടെ, ഈ കാവാലത്തെ ജങ്കാർ കടവിലുള്ള പാലത്തിന്റെ പ്രശ്നമാവട്ടെ, താങ്കളെ സമീപിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല എന്ന വിമർശനവുമാണ് നാട്ടുകാർക്കുള്ളത്. വിമർശനം വളരെ നല്ല കാര്യമാണല്ലോ. വിമർശിക്കുന്നതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല, വളരെ നല്ല കാര്യം. പിന്നെ എന്നെ കാണാനില്ല എന്ന് പറയുന്നത് ആരാണ്? കുട്ടനാട്ടുകാരാണ്. അതോ നിങ്ങൾ ഒരു സ്റ്റോറി ഉണ്ടാക്കുന്നതാണോ? എനിക്ക് മനസ്സിലായിട്ടില്ല. കാവാലത്തെ നാട്ടുകാരാണ്, മങ്കൊമ്പിലെ നാട്ടുകാരും പറയത്തില്ല. നിങ്ങൾ സെലക്ട് ചെയ്ത സ്റ്റോറി ഉണ്ടാക്കുന്നതല്ല. ഞങ്ങൾ തത്സമയം വന്നപ്പോൾ ധാരാളം മനുഷ്യർ പ്രതികരിച്ചതാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ കോൺട്രവേഴ്സി ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം കുട്ടനാട്ടിൽ ഓരോരുത്തരും പ്രവർത്തിക്കുന്ന ഒരു MLA കാണാനില്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ ചാനലിൽ കൂടെ പറയുന്നത് തെറ്റായിട്ടുള്ള നടപടി. അങ്ങനെയൊന്നുമല്ല നിങ്ങൾ സംസാരിക്കേണ്ടത്. രണ്ടാമത്, നിങ്ങൾ 5-6 പേരെ കൂട്ടി വരുത്തിച്ച് MLA കാണാനില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ MLA കുടിവെള്ള പദ്ധതി താങ്കൾ വാഗ്ദാനം ചെയ്തിരുന്നു 6 മാസത്തിനുള്ളിൽ. എന്തായി? ശ്രീ തോമസ് കെ തോമസ്, താങ്കൾ 6 മാസത്തിനുള്ളിൽ MLA ആയി വന്നാൽ കുടിവെള്ളം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. 2.5 വർഷമായി. നടപ്പിലാക്കിയോ? ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം കറക്റ്റാണ്. സാധാരണ ഒരു പ്രദേശമല്ല കുട്ടനാട് എന്ന് എന്റെ സഹോദരനായ തോമസ് ചാണ്ടി കോടിക്കണക്കിന് രൂപ സ്വന്തം കയ്യിൽ നിന്നും മേടിച്ച് പ്ലാൻ ഉണ്ടാക്കിയ സ്ഥലമാണ് നീലേറ്റുപുറം പ്ലാന്റ്. അതുമായിട്ട് ബന്ധപ്പെട്ട് 287 കോടി രൂപ അനുവദിച്ചു. അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇപ്പം 387 കോടി രൂപ അനുവദിച്ച് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് ചിക്കാഗോ എന്ന് പറയുന്ന ഒരു കമ്പനി അതിന്റെ പ്ലാന്റ് അപ്ഗ്രേഡേഷന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 14 MLD ആണ്. അത് 30 MLD കൂടെ വർദ്ധിപ്പിച്ച് 44 MLD ആക്കാനായിട്ട് 45 കോടി രൂപയുടെ ടെൻഡർ കഴിഞ്ഞ് അവർ പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഒരു സാങ്കേതിക തടസ്സം അവിടെ വന്നിട്ടുണ്ട്. കാരണം ആ കമ്പനി എന്തോ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ബ്ലാക്ക് ലിസ്റ്റ് ആക്കണമെന്നും പറഞ്ഞു. ഒരു നിസ്സാര വിഷയമാണ് കോട്ടയത്തുള്ളത്. ആ വിഷയത്തിന് സാങ്കേതിക തടസ്സം വന്നിട്ടുണ്ട്. അതാണ് നാട്ടുകാരോട് നമുക്ക് ഈ സാങ്കേതിക തടസ്സം വിശദീകരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങ് കൊടുത്ത വാഗ്ദാനം 2.5 വർഷമായിട്ടും പാലിച്ചില്ല എന്നതാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങ് ഈ നാട്ടുകാരോട് പറയണ്ടേ? ഇടയ്ക്ക് കയറിയാൽ ഞാൻ പറയുന്നത് ശരിയാവൂല. നിങ്ങൾ പറയാൻ അനുവദിച്ച ഒരാൾ ഫ്ലോയിൽ സംസാരിച്ച് വരുമ്പോ ഇടയ്ക്ക് നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ മനുഷ്യൻ സംസാരിക്കുന്നേ. ഇപ്പൊ ഞാൻ പറഞ്ഞ മുഴുവൻ പൂർത്തീകരിച്ചില്ലല്ലോ. ഒരു കമ്പനി കൊട്ടേഷൻ തുറന്ന് അവര് പിടിച്ചു. ആ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ആ കമ്പനി പിടിച്ച കമ്പനി ഈ കഴിഞ്ഞ മാസം അവരെ ബ്ലാക്ക് ലിസ്റ്റിലാക്കാനായിട്ട് ഒരു നിയമം വന്നപ്പോൾ അത് തെറ്റായിട്ടുള്ള നടപടിയാണ്. കാരണം അത് അവരൊരിക്കലും ബ്ലാക്ക് ലിസ്റ്റിലാകേണ്ട ഒരു കമ്പനി അല്ല. ആ കമ്പനി ആ കോൺട്രാക്ട് എടുക്കാനായിട്ട് അതിന് വേണം. ഇതൊന്നും അറിയാതെയാണോ താങ്കൾ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തത്? എന്ത് വാഗ്ദാനം കൊടുത്തു? 6 മാസത്തിനുള്ളിൽ കുടിവെള്ളം, അങ്ങനെ ഒരു വാഗ്ദാനം അങ്ങ് കൊടുത്തിട്ടില്ലേ കുട്ടനാട്ടുകാർക്ക്? 6 മാസത്തിനുള്ളിൽ കുടിവെള്ളം എന്ന് പറയുന്നത് ഓൾറെഡി ഒരു പ്ലാന്റ് ഉണ്ടല്ലോ. ഒരു പ്ലാന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ പ്ലാന്റിന് അതിന്റെ റിപ്പയറും കാര്യങ്ങളും സംഗതികളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്ലാന്റ് അല്ലേ? താങ്കൾ എത്തിയാൽ കുട്ടനാട് മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം ഉറപ്പു നൽകാമെന്നൊരു വാഗ്ദാനം നൽകിയിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. കാര്യം ഇവർ പറഞ്ഞത് അങ്ങനെയാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ആ വാഗ്ദാനം. ഇത് വാഗ്ദാനം നൽകുക ഞങ്ങളുടെ ഏറ്റവും വലിയ അംബീഷൻ അതാണെന്നേ. കുട്ടനാട്ടിൽ തോമസ് ചാണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കുടിവെള്ള പദ്ധതി. അത് അദ്ദേഹം തന്നെ പൈസ മുടക്കിയാണ് ചെയ്തത്. അത് ആഗ്രഹമായി തന്നെ നിൽക്കും. ശരി ശരി, മനസ്സിലായി. ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞ സാധാരണ സ്ഥലം അതൊക്കെ അങ്ങ് തോമസ് അങ്ങനെ കാണാത്തത് കൊണ്ടാണല്ലോ സാർ നമുക്ക് ഈ വിഷയം 2.5 വർഷത്തിനു ശേഷം ചോദിക്കേണ്ടി വന്നത്. അങ്ങ് തന്നെ വാഗ്ദാനം കൊടുത്തതാണ്. അത് സാങ്കേതിക കാര്യം കൊണ്ട് നടക്കുന്നില്ല. കുട്ടനാട് ജങ്കാർ കടവ് പാലം 7 വർഷമായി. ഇനി മാർച്ച് വരെ കാത്തിരിക്കണം ടെൻഡർ നടപടിക്ക് വേണ്ടി. 4000 പേര് പോകുന്ന സ്ഥലമാണ്. സാധാരണക്കാര് അല്ല ജങ്കാർ കടവ് നടക്കാത്തതിന്റെ കാരണം എന്തോ?
അവിടെ 3 വീട്ടുകാരാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അത് MLA നേരിട്ട് ചെന്ന് ഇടപെട്ടാണ് വിഷയം പരിഹരിച്ചത്. എന്താ കാരണം 3 വീട്ടുകാർ സ്ഥലം കൊടുക്കാതെ ആർക്കെങ്കിലും ലാൻഡ് അക്വിസിഷൻ നടക്കാതെ ടെൻഡർ നടക്കൂ? പൈസ അനുവദിച്ചിട്ട് കാര്യമുണ്ടോ? ലാൻഡ് അതിന്റെ TS കിട്ടണ്ടേ? AS മാത്രം കിട്ടിയാൽ പോരല്ലോ, അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അല്ല, ഇപ്പോൾ അതെല്ലാം പരിഹരിച്ചില്ലേ? ഇനി എന്താ തടസ്സം? 80 ലക്ഷം രൂപ കൂടെ കൊടുത്താൽ ടെൻഡർ നടപടികളിലേക്ക് കടക്കാമല്ലോ. ഇനി എന്താ അതിന് തടസ്സം? 80 ലക്ഷം രൂപയുടെ ആവശ്യമൊന്നും ഇനിയില്ല. ഇനി ആ പാടെ കൊടുക്കാനുള്ള ഒരു വീട്ടുകാർ ഞാൻ തന്നെ മുദ്രപത്രം മേടിച്ചു തന്നിട്ട് എഴുതി തന്നിട്ടുണ്ട്. ഇനി ടെൻഡർ ചെയ്താൽ മാത്രം മതി. അത് 57 കോടി രൂപയാണ്. ആ 57 കോടി രൂപയ്ക്കൂടെ വർക്ക് തീരൂല്ല. അപ്പൊ അതനുസരിച്ച് ഞാനൊരു നിവേദനം കൊടുത്തു. കാരണം 57 കോടി രൂപ കൊണ്ട് പകുതിക്ക് നിന്ന് പോകും. അതിപ്പോ 74 കോടി രൂപയായിട്ട് അപ്ഗ്രേഡ് ചെയ്തു. അത് അതിന്റെ റിവേഴ്സ് എസ്റ്റിമേറ്റ് എടുത്ത് 74 കോടി രൂപയായി. ആ പൈസ ഇപ്പൊ അനുവദിപ്പിച്ചിരിക്കുകയാണ്. അതിനകത്ത് 80 ലക്ഷം രൂപ 60 ലക്ഷം രൂപ കണക്കൊന്നുമില്ല. ശ്രീ തോമസ് കെ തോമസ്, എല്ലാ ബഹുമാനങ്ങളോടും കൂടി പറയട്ടെ, താങ്കൾ കൊടുത്ത വാഗ്ദാനങ്ങളിൽ നിന്ന് കുടിവെള്ളം 6 മാസം 2.5 വർഷം കഴിഞ്ഞിട്ടും ആ വാഗ്ദാനം പാലിക്കാൻ സാധിച്ചില്ല. മറ്റൊന്ന് ഈ ജങ്കാർ കടവ് പാലം, അതിലും സാങ്കേതിക പ്രശ്നത്തിൽ കുടുങ്ങി, അതും പാലിക്കാൻ സാധിച്ചു. താങ്കൾ പറയുന്നത് സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അല്ല നിങ്ങൾ പിന്നെ ഞാൻ പറയും തോമസ് കെ തോമസ് വാഗ്ദാനം കൊടുത്തിട്ടില്ല, ചാണ്ടിയാണ് കൊടുത്തത്. അതിന്റെ പണിപ്പുരയിലാണ് തോമസ് കെ തോമസ്, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കൾ വാഗ്ദാനം ചെയ്തിട്ടില്ല. ഈ പൈസ അല്ല, താങ്കൾ അങ്ങനെ വാഗ്ദാനം കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞ താങ്കൾ അങ്ങനെ വാഗ്ദാനം കൊടുത്തിട്ടില്ല. ഞാൻ നല്ല മലയാളത്തിലല്ലേ താങ്കളോട് സംസാരിക്കുന്നേ. താങ്കളുടെ ഉദ്ദേശം എന്നാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ തോമസ് ചാണ്ടിയാണ് അവർക്ക്. അല്ല, നല്ല മലയാളത്തിലാണ് ഞാൻ പ്രിയപ്പെട്ട MLA ചോദിക്കുന്നതും. ഞങ്ങൾ ഇവിടെ വന്ന് കൂടുമ്പോൾ നാട്ടുകാർ വന്ന് പറയുന്നത് അപ്പൊ താങ്കൾ വാഗ്ദാനം കൊടുത്തു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിന്റെ വീഡിയോയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതിലൊരു വീഡിയോ ആണ് എന്നെ കാണിക്കുന്നത്. ഇപ്പോൾ ഇലക്ഷന് വരുന്ന സമയത്ത് താങ്കൾ മറന്നുപോയിട്ടുണ്ടാവൂല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ലേ, പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞ ചാണ്ടിയാണ് ഇതിന് പൈസ മുടക്കിയുടെ പ്ലാൻ ഉണ്ടാക്കിയത്. അല്ലല്ല, അത് ചോദ്യമാണ് ശ്രീ MLA. കാര്യം സഫീഷ്യന്റ് ആയിട്ടുള്ള വെള്ളമല്ല, അത് അപ്ഗ്രേഡ് ചെയ്യണം. താങ്കൾ എന്ത് ചെയ്തു? വിഷയമാണ് തോമസ് കെ തോമസ് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു വാഗ്ദാനമല്ല, അത് ചെയ്യേണ്ട കാര്യമാണ്. കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി 2.5 വർഷമായി ശ്രീ തോമസ് കെ തോമസ് നിൽക്കേണ്ട കാര്യമല്ലത്. 2.5 വർഷമായി ശ്രീ തോമസ് കെ തോമസ്. എന്തോ അതെ, അതാണ് ഞങ്ങൾക്കും അങ്ങയോടുകൂടി പറയാനുള്ളത്. താങ്കളെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി, താങ്കൾ ഈ മണ്ഡലത്തിൽ വല്ലപ്പോഴും വന്നു പോകുന്നു എന്നുള്ളൊരു പരാതിയാണ് പ്രധാനമായിട്ടും മൂന്നാമത്തെ പരാതിയായിട്ട് പറയുന്നത്. താങ്കളുടെ പരാതിയാണ്, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന 2-3 പരാതിയാണ്. കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ആ പരാതിയില്ല. കാരണം കുട്ടനാട്ടിലെ എല്ലാ വിഷയത്തിനും ഇടപെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയെ ഞാൻ ചേന്നങ്കരിയിലാണ് താമസിക്കുന്നത്. അല്ല, ഞാൻ വേറെ സ്ഥലത്തുനിന്ന്, ചേന്നങ്കരി എന്ന് പറയുന്നത് എന്റെ ജന്മവീടാണ്. ഞാൻ അവിടെ താമസിക്കുന്നത്. എനിക്ക് MLA ചേന്നങ്കരി താമസിക്കുന്ന MLA ചേന്നങ്കരിയിലാണോ താമസിക്കുന്നത്? നമ്മുടെ അറിവിൽ എറണാകുളം എന്നാണ് ഇവിടെ അറിഞ്ഞിരിക്കുന്നത്. അല്ല, MLA എവിടെ താമസിച്ചാലും കുട്ടനാട്ടുകാർക്ക് അങ്ങനെ ഒരു പരാതിയുണ്ട്. ആ പരാതി അങ്ങ് പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷ. താങ്കൾ കൊടുത്ത വാഗ്ദാനങ്ങൾ സാങ്കേതികമായി കുരുങ്ങിക്കിടക്കുന്നു. അല്ല, സാങ്കേതികത്വം ഇല്ല, ഒരു ഗുരുക്കലും ഇല്ല. അല്ല, ജനങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നുള്ളൂ സാർ. അതിന് റിവേഴ്സ് എസ്റ്റിമേറ്റ് എടുത്ത് അതിന് വേണ്ട നടപടിയിലേക്ക് പോകണമെന്നുള്ളതേ ഉള്ളൂ. ഒരു സാങ്കേതികവും ഇല്ല, ഒരു ഗുരുക്കലും ഇല്ല. അതിന്റെ ഒറ്റ ചോദ്യം സാർ, ഈ കാവാലത്തുകാർക്ക് കുടിവെള്ള സൗജന്യമായി MLA കൊടുക്കുന്നുണ്ടോ? MLA എറണാകുളത്ത് സമ്മതിച്ചിരിക്കുന്നു. ശരി, കുടിവെള്ളം, ഇത് ഞങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിൽ കുടിവെള്ളം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ? എന്തോ എന്താരും പറഞ്ഞ കേട്ടില്ല. അല്ലല്ല, ഒരു മണ്ഡലത്തിലെ MLA സാന്നിധ്യം അവിടെ ഇത്രയും രൂക്ഷമായ പ്രശ്നം നിൽക്കുമ്പോൾ കുട്ടനാട് പോലെ ഒരു പ്രദേശത്തുള്ള പാക്കേജ് പോലും നടപ്പിലാക്കാതെ നിൽക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കും സാർ. ആ പ്രതികരണമാണ് ഞാൻ ബഹുമാനപ്പെട്ട MLA ചോദിച്ചത്. അങ്ങ് എന്നോട് കയർത്തിട്ടോ ജനങ്ങളോട് കയർത്തിട്ടോ കാര്യമില്ല. അങ്ങ് കൊടുത്ത വാഗ്ദാനം അങ്ങത്തേക്ക് തന്നെ അറിയാം സാങ്കേതികമായി കുരുങ്ങി കിടക്കുന്നു. അല്ല, പ്രതികരിക്കരുതെന്നോ മോശമായ രീതിയിൽ അഭിപ്രായം പറയരുതെന്നോ MLA പറഞ്ഞിട്ടില്ല. വിമർശിക്കണം. താങ്കൾക്ക് എന്താണ് കുടിവെള്ള പ്രശ്നത്തിൽ ചെയ്യാൻ സാധിച്ചത് എന്നതാണ് ബഹുമാനപ്പെട്ട MLA എന്റെ ചോദ്യം. താങ്കൾക്ക് ഈ കുടിവെള്ള പ്രശ്നത്തിൽ ഇടപെട്ട് ഈ കുടിവെള്ളം കൊടുക്കാൻ സാധിക്കാതെ പോയി 2.5 വർഷം കൊണ്ട്, ശരിയല്ലേ? ഇല്ല, ഒരു സാധിക്കാതെ പോയിട്ടില്ല. ആരാ പറഞ്ഞ താങ്കളോട് അങ്ങനെ കുടിവെള്ള പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് സാധിക്കാതെ പോയെന്ന്? അതിന്റെ സ്റ്റെപ്പുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ സാധിക്കാതെ പോയെങ്കിൽ അങ്ങനെ കൺട്രി ചെയ്തു. കുടിവെള്ളം കൊടുക്കുന്നുണ്ടോ? അല്ല, കുടിവെള്ളം കിട്ടുന്നുണ്ടോ? കുടിവെള്ളം കൊടുക്കുന്നുണ്ടോ? കുടിവെള്ളം കിട്ടുന്നുണ്ടോ?
കുടിവെള്ളം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവർ പൈസ കൊടുത്തു വാങ്ങുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ ഇങ്ങനെ നിങ്ങൾ അവിടെ നിന്ന് 3-4 പേരോട് ചോദിച്ചിട്ട് അവരുടെ ഇതിനു വേണ്ടി ഒരു മൂവ്മെന്റ്സ് നടത്തിയിട്ടില്ല. നോക്കൂ, അങ്ങയുടെ പേരെന്താ? സി തോമസ് കെ തോമസ്, അങ്ങയുടെ പാർട്ടിയിൽ തന്നെയുള്ള എന്താ പേരെന്താ? മണിക്കൂട്ടൻ. പാർട്ടിയിൽ തന്നെ പ്രവർത്തിച്ച നോക്കൂ, ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ടോ ഇവിടെ ഇരിക്കുന്ന മനുഷ്യരെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. മണിക്കൂട്ടൻ തന്നെ പറയുന്നുണ്ട് വാഗ്ദാനങ്ങളല്ലാതെ MLA പാർട്ടി അല്ലാന്ന് പറയുന്നത്. എന്തുകൊണ്ടാ അതിൽ നിന്ന് നാട്ടുകാരൻ തല്ലി, ആ പാർട്ടിയിൽ നിന്നാ നാട്ടുകാരനെ തല്ലുന്നതുകൊണ്ടാണ്. കാരണം 16 വർഷം വാഗ്ദാനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞു ജനങ്ങളുടെ മുന്നിൽ പിന്നെ പറയാൻ പറ്റാതെ, ഇറങ്ങി ചെല്ലാൻ പറ്റാതെ. നോക്കൂ, നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് വന്നിരുന്നു പറയുന്നത് MLA വാഗ്ദാനം ചെയ്ത കുടിവെള്ളം നടന്നിട്ടില്ല, അത് ശരിയല്ലേ, അവർക്ക് കിട്ടുന്നില്ല. താങ്കൾ പറയുന്നത് സാങ്കേതിക പ്രശ്നമുണ്ടെന്നാണ്. അത് ജനങ്ങളെ താങ്കൾ ബോധ്യപ്പെടുത്തണ്ടേ? ഞങ്ങൾ കേൾക്കുന്നുണ്ട്, അങ്ങ് പറയുന്നു. അല്ല, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ പക്ഷെ മനസ്സിലാവുന്നില്ല. അല്ല, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുന്നുണ്ടോ അരുണേ? കേൾക്കുന്നുണ്ട്. സംസാരിച്ച മണിക്കൂട്ടൻ എന്ന് പറയുന്ന വ്യക്തി എന്റെ പാർട്ടിയിലെ ആളല്ല. MLA കുടിവെള്ളം പോയ ആളാണ്. അല്ല, അതേ പറയത്തുള്ളൂ. അല്ല, നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്നയാളല്ലേ മണിക്കൂട്ടൻ? അതാ പറഞ്ഞ ഒരുത്തന്നെ എതിരായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് വേറൊരു ചാനലിൽ പോയിട്ട് നിങ്ങളെ കുറ്റം പറഞ്ഞത് തന്നെ പറയാനൊക്കും എന്ന് പറയുന്നവർക്കേ ഉള്ളൂ. അയാള് മാണി കാപ്പന്റെ കൂടെ പാർട്ടിയിൽ നിന്ന് ഓടിപ്പോയ ആളാണ്. അല്ല, കുറ്റം പറയുന്നത് കാര്യമാണ് നോക്കേണ്ടത്, എവിടെ പോയി എന്നുള്ളതല്ല. ശ്രീ തോമസ് കെ തോമസ്, എവിടെ പോയാലും അവർ പറയുന്നതിൽ കാര്യമുണ്ടോ? ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന ഞങ്ങൾക്കുള്ള പ്രതികരണം കുടിവെള്ള പ്രശ്നം പരിഹരിച്ചിട്ടില്ല, അത് ശരിയല്ലേ? ഇല്ല, അത് നിങ്ങൾ പറയുന്നത് തെറ്റാണ്. കുടിവെള്ള പ്രശ്നം പരിഹരിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ തെറ്റാ. പിന്നെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാതെ അങ്ങനെ ടെൻഡർ ചെയ്യുന്നത് പരിഹരിച്ചോ? പിന്നെ 100% പരിഹരിച്ചോ? പറഞ്ഞ ടെൻഡർ കഴിഞ്ഞ് ചിക്കാഗോ കമ്പനി പരിഹരിച്ചോ? പിടിച്ചു. പിന്നെ അങ്ങനെ എന്തൊക്കെ പറയാൻ നോക്കുന്നത്? പിന്നെ പരിഹരിച്ചില്ല. 100% പരിഹരിച്ചു കുടിവെള്ള പ്രശ്നം എന്നാണ് MLA പറയുന്നത്. കുടിക്കുന്ന കീടനാശികളോ ആര്യോളോ പാവങ്ങള് MLA ഈ പറഞ്ഞത് എന്തായാലും പൊതുജന സമക്ഷം നമ്മൾ വെക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കാവാലത്താണ്. കാവാലത്തെ ഒരു കൂട്ടം മനുഷ്യർ പറയുന്നത് MLA ഇടപെട്ട് കുടിവെള്ള പ്രശ്നം പരിഹരിച്ച ഒരു വീടെങ്കിലും ചൂണ്ടിക്കാണിക്കാമെന്നൊരു ചലഞ്ച് വെക്കുന്നുണ്ട്. കുട്ടനാട്ടിൽ ഏതെങ്കിലും പഞ്ചായത്തിൽ കംപ്ലീറ്റോ അല്ലെങ്കിൽ ഒരു 3/4 അല്ല ഒരു 1% എന്തായാലും മണിക്കൂർ നിങ്ങൾ എന്തായാലും അപ്പുറത്തെ പാർട്ടി ഇരിക്കുന്ന ആളായതുകൊണ്ട് MLAക്ക് സംശയം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ പറയുന്ന പ്രശ്നങ്ങൾ MLAയുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ്. MLA പ്രശ്നത്തിൽ ഇടപെടണം എന്നൊരു അപേക്ഷ മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വെക്കാനുള്ളത്. ഇതൊരു ദിവസം കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമല്ല. MLA പറയുന്ന സാങ്കേതികത്വമാണെങ്കിൽ ആ സാങ്കേതികത്വം പരിഹരിക്കുക, കുടിവെള്ളം കിട്ടുക, നമുക്ക് സമാധാനപരമായ ഒരു നാട് മുന്നോട്ട് പോവുക എന്നതാണ് ആവശ്യം. എന്തായാലും ജനങ്ങളുടെ പ്രതികരണം നമ്മൾ അവതരിപ്പിച്ചു, അത് താങ്കളെ അറിയിച്ചു എന്ന് മാത്രം. താങ്കൾ ആ പ്രശ്നം പരിഹരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. താങ്ക് യു, ശ്രീ തോമസ് കെ തോമസ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം പറഞ്ഞോളൂ. അല്ലല്ല, ശ്രീ തോമസ് കെ തോമസ്, നോക്കൂ, ഞങ്ങളെ പോലുള്ള മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്താണ്? ജനങ്ങളുടെ പ്രതികരണം അറിയിക്കുക. താങ്കളോട് ഞങ്ങൾ ചോദിച്ചു, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ താങ്കളെ വിളിച്ചത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വിളിക്കാതെ പോകാം. അപ്പോൾ താങ്കളുടെ പ്രതികരണം തേടി. ഞങ്ങൾക്കറിയില്ല ഇവിടെ കുടിവെള്ളം ഉണ്ടോ ഇല്ലയോ. ജനം പറയുന്നു കുടിവെള്ളമില്ല എന്ന്. MLAയോട് ഞങ്ങൾ ചോദിക്കുന്നു. MLA പറയുന്നു അത് സാങ്കേതികത്വത്തിന്റെ പ്രശ്നമാണ്. സാങ്കേതികത്വം കൊണ്ട് തീരാവുന്ന പ്രശ്നമല്ല ദാഹജലം എന്നുള്ളത്. അത് കിട്ടണം. കിട്ടിയാൽ മാത്രമേ കുടിവെള്ളത്തിന്റെ ഭാഗമായിട്ടുള്ള ദാഹം മാറൂ. കിട്ടിയാൽ മാത്രമേ അവരുടെ പ്രശ്നം അവസാനിക്കൂ. സാങ്കേതികത്വം പറയാൻ MLA വേണോ എന്നാണ് ഒരു നാട്ടുകാർ ചോദിക്കുന്നത്. ആ ചോദ്യം പ്രസക്തവുമാണ്.